السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وآل كلهم الصحابة أجمعين. أما بعد. اللهم اغفر لنا ولوالدينا ولمشايخنا ولمصنف هذا الكتاب ولوالديه ولأحبابه وللتبعين أرحم الراحمين. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അർഹമുർ റഹീമീന അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം ഒരു കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരുപാട് സഹോദരന്മാർ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനായി ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. ഫോണിലൂടെ അറിയിച്ചവരുണ്ട്. അർഹമുർ റഹീമീന അല്ലാഹു തആല ഈ ക്ലാസ് റൂമിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹുകൾ പാടിയതിന്റെയും മൗലിദുകൾ ചൊല്ലിയതിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അർഹമുർ റഹീമീന അല്ലാഹു നീ എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രസവം അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആള് തന്റെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്തിട്ട് സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. യാതൊരു വിഷമവുമില്ലാത്ത നിലക്ക് നല്ല സന്തോഷകരമായ പ്രസവം റഹ്മാൻ റഹീമിനെ അല്ലാഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അതീവ ഗുരുതരമായ രോഗങ്ങളുമായി ഷിഫാഇന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാരും കുടുംബത്തിലുമുണ്ട്. റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ അവർക്കൊക്കെ നീ പൂർണ്ണമായ ഷിഫ നൽകണം റഹ്മാനെ. ചെറുതോ വലുതോ ആയ ഏത് രോഗങ്ങളും നീ സൃഷ്ടിക്കാതെ ഉണ്ടാവുകയില്ല. ഏത് രോഗത്തിനും നീ ശമനം നൽകാതെ ഒരാൾക്കും ശിഫ നൽകുകയുമില്ല, ശിഫ കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ റഹ്മാൻ റഹീമീന അല്ലാഹുവേ എന്തൊരു മരുന്നുകളാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിലും നിന്റെ ശിഫാഇനെ അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്നവർ, സഹസമാർഗങ്ങൾ, കുടുംബക്കാർ, അയൽവാസികൾ, ബന്ധപ്പെട്ട അപ്പോ കേൾക്കണ്ടല്ലോ. നമ്മളെ കമ്പ്യൂട്ടറിലെ ഒരു ചെറിയൊരു കേട്, ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോ അത് കാരണം കൊണ്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട്. ഒരുപാട് ആളുകള് വ്യത്യസ്ത ഉദ്ദേശങ്ങളുമായിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർക്കൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടെയാണ് അവരൊക്കെ ഉത്തരം ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നത്. തീർച്ചയായും ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഇൽമ് പറയുന്ന സ്ഥാപനം, വിശുദ്ധ ഖുർആൻ ധാരാളമായി അത് പഠിപ്പിക്കുന്ന സ്ഥാപനം, അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ ഈ ക്ലാസ് റൂമിലുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതിയിൽ, അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ എല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന്
ദുആ ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നാം ഓതിക്കൊണ്ടിരിക്കുന്ന അധ്യായം നല്ല കാര്യങ്ങളുടെ മേൽ പരസ്പരം സഹായിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. നല്ല കാര്യത്തിന്റെ മേൽ പരസ്പരം എന്ത് വേണം? സഹായം ചെയ്യേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇവിടെ ആ ഹദീസ് പേഷ് ചെയ്യുന്നുണ്ട്. عن ابن عباس رضي الله عنهما أنه قال إن رسول الله صلى الله عليه وسلم لقي ركبا بالروحاء فقال من القوم؟ قالوا المسلمون. فقالوا من أنت؟ قال رسول الله صلى الله عليه وسلم. فرفعت إليه امرأة صبيا فقالت هل هذا حج؟ قال نعم ولك أجر. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് നാം ഓതിയത്. നല്ല കാര്യത്തിന്റെ മേൽ സഹായം ചെയ്യുന്നത് പ്രത്യേകം തേടപ്പെട്ടതാണെന്ന് ആണ് നമ്മുടെ വിഷയം. അപ്പോ ഒരു സംഘത്തിന് നബി സല്ലല്ലാഹു, ഒരു വാഹന സംഘം, ഒരു വാഹന വ്യൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കണ്ടുമുട്ടി. മദീനയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് റൗഹ എന്ന് പറയുന്ന സ്ഥലം. റൗഹയിൽ വെച്ചിട്ട് ഒരു വാഹന സംഘത്തിനെ കണ്ടുമുട്ടി. അപ്പൊ അന്നത്തെ വാഹന സംഘം എന്ന് പറഞ്ഞാല് ഒട്ടകങ്ങളായിരിക്കും. കുറെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവർ, ഏതായിരുന്നാലും. ഫഖാല മനിൽ ഖൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ വിഭാഗം? ഞാൻ പറഞ്ഞോ ഇവിടെ പറയണ്ട. ആരാ ഇന്നലത്തെ മരം ആചാരിക്കണേ, വാതിൽ തുറന്നേക്കണം. സോറി, ഇവിടെ ഒരാള് ഡോർ മുട്ടിയപ്പോ അവർക്ക് വേണ്ടിയിട്ടും സംസാരിക്കേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ കൂട്ടം ആളുകള്? അവര് പറഞ്ഞു, ഖാലു അൽ മുസ്ലിമൂൻ, ഞങ്ങള് മുസ്ലിമീങ്ങളാണ്. അപ്പൊ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു. ആരാണ് ഈ കൂട്ടം ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ മുസ്ലിമീങ്ങളാണെന്ന് ആര് പറഞ്ഞു? ആ സംഘക്കാര് പറഞ്ഞു. ഇസ്ലാമിന്റെ ശത്രുക്കള് വേണമെങ്കിൽ ഈ ഹദീസ് പിടിച്ചിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നു ചോദിക്കാനുള്ള മുമ്പ് എന്ന്. അറിയാത്ത കാര്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് വേണമെങ്കിൽ അവർ പറയും. ചോദിക്കുക എന്ന് പറയുന്നതൊക്കെ അറിയാതെ അല്ല, വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചോദിക്കാറുണ്ട്. ഇപ്പോ നമ്മളൊക്കെ തന്നെ നമ്മുടെ വീട്ടില് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ പലപ്പോഴും നമ്മുടെ വീട്ടിലെ ആളുകളോട് ചോദിക്കാറുണ്ട്, അല്ലെ? നമ്മുടെ വീട്ടിലത്തെ ആളുകളോട് നമ്മൾ എന്താക്കലുണ്ട്? പല കാര്യങ്ങളും ചോദിക്കലുണ്ട്. പലപ്പോഴും അറിയുന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കും. ഉദാഹരണം, ഇന്നിപ്പോ എന്താ ചെയ്യണം ചോദിക്കും. അറിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇന്നിപ്പോ ആ ദിവസം അറിയുന്നത് കൂടെ തന്നെ ചിലപ്പോ ചോദിക്കലുണ്ട്. അപ്പൊ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം ചിലപ്പോ ഇന്ന് വെള്ളിയാഴ്ച എന്നാ പിന്നെ വേഗം ഒരുങ്ങി, നേരത്തെ ഒരുങ്ങി പള്ളിയിൽ പോകണ്ടേ. അപ്പൊ വെള്ളിയാഴ്ച അവിടെ കൂടെ മറുപടി പറയിപ്പിച്ചിട്ട് വേണം അതിന്റെ കാര്യം വേറെ നമുക്ക് പറയാൻ. ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചോദിക്കലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ചോദിക്കപ്പെടുന്ന കാര്യം, ചോദിക്കുന്ന ആള് ആ വിഷയത്തിനെ കുറിച്ച് അറിയാത്ത ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റില്ല. ഓരോ ദിവസവും വൈകുന്നേരമായാല് അള്ളാഹുവിന്റെ മലക്കുകള് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ജനങ്ങളുടെ അമലുകള്. അപ്പൊ അള്ളാഹു തആല അവരോട് ആരായും എന്റെ അടിമകൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ അള്ളാഹുവിനൊക്കെ അറിയാണ്ടാണോ? അതുകൊണ്ട് ആർക്കെങ്കിലും തെളിവെടുക്കാൻ പറ്റും അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നതെന്ന്? അതുപോലെ മജ്‌ലിസ് ദിക്റിന്റെ മജ്‌ലിസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലക്കുകളുണ്ട്. ആ മലക്കുകള് ദിക്റിന്റെ മജ്‌ലിസ് അവസാനിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അള്ളാഹു തആല അവരോടും ചോദിക്കും,
എന്താണ് എന്റെ അടിമകൾ ആവശ്യപ്പെടുന്നത്, എന്താണ്, എന്തിനെ തൊട്ടാണ് എന്റെ അടിമകൾ കാവൽ തേടുന്നത് എന്നൊക്കെ അള്ളാഹു ചോദിക്കും. അതിനൊക്കെ നടക്കുകൾ മറുപടി ഇങ്ങനെ പറയും. അള്ളാഹുത്തെ ഏറ്റവും അറിയുന്നവനതിനോട് കൂടെ തന്നെ ശേഷം ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായി ചോദിക്കണമൊക്കെ. എന്താണ്? അള്ളാഹുത്തല പറയാം, നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഞാൻ പറയുന്നു, ആ സദസ്സിലുള്ളവർക്ക് ഞാൻ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചോദിക്കലുണ്ടാവുന്നതാണ് ചുരുക്കത്തിൽ. ചോദിക്കുന്നത് കൊണ്ട് മാത്രം ചോദിക്കുന്ന ആള് ആ വിഷയത്തിനെ കുറിച്ച് അറിയാത്ത ആളാണ് എന്ന് ആരെങ്കിലും തെളിവ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ആരാണ്? അവർ ഭാഷ അറിയാത്തവരാണ് എന്നും ഏറ്റവും മിനിമമായ രീതിയിൽ അവരെ കുറിച്ച് നമുക്ക് പറയാം. വേറെ അവർ ധിക്കാരികളാണെന്നോ മറ്റോ പറയേണ്ടതില്ല, അവർക്ക് അറിയാത്തവരാണെന്ന് പറയാം. ഏതായിരുന്നാലും അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. കാലു, അങ്ങനെ തുടർന്ന് അവർ ചോദിച്ചു, മൻ അൻത്, നിങ്ങൾ ആരാണ്? ചോദിക്കാൻ നിങ്ങളാരാ, കൗമാരാണെന്ന് ചോദിച്ചല്ലോ. നിങ്ങൾ ഈ കൂട്ടക്കാരാണ്, യാത്രാ സംഘത്തിനെ കുറിച്ച് ആരാണ് ചോദിച്ചപ്പോ ഈ ചോദിച്ച ആൾ ആരാണെന്ന് ചോദിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. അപ്പൊ വന്നവര് മുസ്ലിമീങ്ങളാണ്. അപ്പോ മദീനന്റെ അടുത്തുള്ള ആളുകളാണല്ലോ. മദീനന്റെ അടുത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടിയതും. ഒരുപാട് ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതൊക്കെ എങ്ങനെയാണ്? മറ്റ് സഹാബികളുടെ പ്രബോധനങ്ങളിലൂടെ കടന്നു വന്നവരുണ്ട്. അപ്പോ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ആരാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ കുട്ടിയെ ഒരു സ്ത്രീ ഉയർത്തി കാണിച്ചു. അവർ ചോദിച്ചു, അലി ഹാദാ ഹജ്ജ്, ഈ കുട്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അലി ഹാദാ, ഈ കുട്ടിയിൽ നിന്നിട്ട് സഹീഹാവുമോ എന്നുള്ള അർത്ഥത്തിൽ ഹജ്ജ് സഹീഹാവുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, കുട്ടിയിൽ നിന്നിട്ടും ഹജ്ജ് സഹിയാകും. വലക്കി അജ്റുൻ, കുട്ടിയെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളാണല്ലോ, അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നിങ്ങൾക്കുള്ളതാണ്, മാതാപിതാക്കൾക്കാണ് അതിന്റെ പ്രതിഫലം ഉണ്ടാവുക. അഥവാ കുട്ടി പ്രായപൂർത്തിയായാൽ കുട്ടിയുടെ മേൽ ഫർളാക്കപ്പെട്ട ഹജ്ജ് വേറെ ചെയ്യേണ്ടതുണ്ട്. കഴിവുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാവുക എന്നുള്ളത് ഏതുകൊണ്ട് മാത്രം പോകൂല, കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ ഹജ്ജ് ഇതുകൊണ്ട് മാത്രം ആ കടമ നിർവഹിക്കപ്പെടുകയില്ല. കുട്ടി പ്രായത്തിൽ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹിയാകും, അതിന്റെ പ്രതിഫലം കിട്ടുക മാതാപിതാക്കൾക്കാവുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നല്ല കാര്യമാണല്ലോ ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. ആ നല്ല കാര്യത്തിൽ നിന്ന് കുട്ടിയെ സഹായിച്ചപ്പോ ആ സഹായിക്കുന്ന ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടി. മനസ്സിലായില്ലേ? അപ്പോ അതാണ് നമ്മളെ അധ്യായവുമായിട്ടുള്ള ബന്ധം. കമ്പ്യൂട്ടറിൽ നല്ലോണം കളിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ ഇത് വന്നിട്ട് ഏതാണ്, അപ്പോ ഏതായിരുന്നാലും കുറച്ചുകൊണ്ട് പോയി നോക്കാം. ചിലപ്പോ പേസ്റ്റ് ചെയ്യാനും കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോ അല്പം താമസം ഉണ്ടാവും. അതുകൊണ്ട് അവസരമൊന്നും കരുതരുത് എന്ന് അറിയിക്കുന്നു. عن أبي موسى الأشعري رضي الله عنه أن النبي صلى الله عليه وسلم قال له قال الخازن المسلم الأمين الذي ينفذ ما أمر به فيعطيه كاملا موفرا طيبة به نفسه فيدفعه إلى الذي أمر له به أحد المتصدقين متفق عليه. നല്ല കാര്യത്തിന്റെ മേൽ സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഏതിനെയും ബാധകമാണ് എന്ന് എവിടേക്കൊക്കെ ബാധകമാകുമെന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നു. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖാസിനുൽ മുസ്ലിമുൽ അമീനുൽ ലദി യുൻഫിദു മാ ഉമിറ ബി. അൽ ഖാസിനു, ഒരു സൂക്ഷിപ്പുകാരൻ, അൽ മുസ്ലിമു, സത്യവിശ്വാസിയായിരിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരൻ,
അയാളുടെ കുറെ സ്വത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സദഖകൾ കൊണ്ടുവരുന്നത് സൂക്ഷിക്കാൻ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരാളുടെ സ്വന്തം വീട്ടിലുള്ള അല്ലെങ്കിൽ ഷോപ്പിലുള്ള സൂക്ഷിപ്പുകാരനാണ്. അങ്ങനെയുള്ള സൂക്ഷിപ്പുകാരൻ അൽ മുസ്ലിമു, മുസ്ലിമായ സൂക്ഷിപ്പുകാരൻ, അൽ അമീനു, അവൻ അമീനാണ്, വഞ്ചകനല്ല, പൂഴ്ത്തിവെപ്പുകാരനോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നടക്കാത്തവനോ അല്ല. അൽ ഹാസിനു സൂക്ഷിപ്പുകാരനാണ്, അൽ മുസ്ലിമു അവൻ മുസ്ലിമാണ്, അൽ അമീനു വിശ്വസ്തനാണ്, അല്ലദീ യുൻഫിദു മാ ഉമിറ ബിഹി അവനോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യത്തിനെ അവൻ നടപ്പിൽ വരുത്തുന്നതുമാണ്. അങ്ങനെയുള്ള അല്ലദീ യുൻഫിദു മാ ഉമിറ ബിഹി ഏതൊരു കാര്യമാണോ അവനോട് കൽപ്പിക്കപ്പെട്ടത്, ആ സ്വത്ത് ഇന്ന കാര്യത്തിന് ചെയ്യണം എന്ന് പറയുമ്പോ അത് അതേപോലെ ചെയ്യും. അങ്ങനെയുള്ളതാണ്. അതിനാൽ നൽകും, കാമിലൻ പൂർണ്ണമായും നൽകും, മുവസ്സിറൻ അത് പൂർത്തിയാക്കി വീട്ടിയിട്ടാണ് നൽകും. കാമിലൻ എന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ അർത്ഥം പൂർണ്ണമായും നൽകുന്നു. പിന്നെ മുവസ്സിറ എന്ന് പറഞ്ഞാൽ എന്താ, അതിലൊന്നും കുറക്കാതെ ആ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുന്ന ആള്. എങ്ങനെ ചെയ്യുന്നു? ത്വയ്യിബത്തൻ ബിഹി നഫ്സുഹു അദ്ദേഹം അതിൽ മനസ്സാന്നിധ്യത്തോടുകൂടെ മനസ്സംതൃപ്തിയോടുകൂടെ ചെയ്യുന്നു. എങ്ങനെ ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കാതിരിക്കുക? എങ്ങനെ ഭർത്താവ് പറഞ്ഞു ഭാര്യനോട് കൊടുക്കാൻ, അപ്പൊ ഭാര്യ എങ്ങനെ കൊടുക്കാതിരിക്കുന്നു കരുതി കൊടുക്കുക? അത് അപ്പൊ ആ ഭാര്യക്ക് ആ കൂലി കിട്ടൂല. മറിച്ച് ഭർത്താവ് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വാപ്പ പറഞ്ഞ കാര്യത്തിന് വേണ്ടി മകൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യത്തിന് അനിയൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഏതൊരാളാണെങ്കിലും ആ ഏൽപ്പിച്ച ആൾ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ടവൻ കൊടുക്കുകയാണ്. ത്വയ്യിബത്തൻ ബിഹി നഫ്സുഹു അതിൽ അവൻ മനസ്സംതൃപ്തിയോടുകൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഫയദ്ഫഉഹു ആ കൊടുക്കാൻ പറഞ്ഞ സൂക്ഷിപ്പുവെക്കപ്പെട്ട സ്വത്തിൽ നിന്നും കൊടുക്കാൻ പറഞ്ഞതിനെ അവൻ കൊടുക്കും. ഇലല്ലദീ ഉമിറ ലഹു ആർക്ക് വേണ്ടിയാണോ കൊടുക്കപ്പെടാൻ വേണ്ടി കൽപ്പിച്ചത് അയാളിലേക്ക് കൊടുക്കും. ബിഹി ആ എന്തൊരു സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞോ അതുകൊണ്ട് അതിനെ സദഖ ചെയ്യും. അങ്ങനെയുള്ള ഒരുത്തൻ അഹദുൽ മുത്തസദ്ദിഖീൻ സദഖ ചെയ്യുന്നവരിൽപ്പെട്ട ഒരാളാണവൻ. വാസ്തവത്തിൽ അവൻ കൊടുത്തത് അവന്റെതല്ല, അവൻ സൂക്ഷിപ്പ് വെച്ച മറ്റൊരാളുടെ സ്വത്താണ് അവൻ കൊടുത്തത്. പക്ഷെ ആ കൊടുക്കുമ്പോഴേ എന്തായിട്ടുണ്ട്, അവരോട് കൽപ്പിക്കപ്പെട്ട അതേപോലെ പൂർണ്ണമായും അവൻ കൊടുത്തു, അതിൽ നിന്നൊന്നും കുറച്ചില്ല. ആ കൊടുക്കുന്ന അവസരത്തിൽ എന്നോട് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഞാൻ ഒരു വീഴ്ച വരുത്തുന്നില്ല എന്ന നിലക്ക് അവൻ മനസ്സംതൃപ്തിയോടുകൂടെ തന്നെ കൊടുത്താൽ ആ സദഖ കൊടുത്തൊരാളുടെ പ്രതിഫലം, ആ സ്വത്ത് ചെലവഴിച്ച ഒരാളുടെ പ്രതിഫലം ഈ ഏൽപ്പിക്കപ്പെട്ട കൊടുത്ത വ്യക്തിക്കും അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പോ തആവുനുൻ അലൽ ബിർർ നല്ല കാര്യത്തിന്റെ മേൽ പരസ്പരം സഹായിക്കുക. അപ്പോ സൂക്ഷിപ്പിക്കപ്പെട്ട സ്വത്ത് ഉള്ള ആള് പറയണം, അതിപ്പോ എന്റെ അടുത്ത് നിങ്ങൾ സൂക്ഷിക്കാൻ തന്നതല്ലേ, നിങ്ങള് എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ തയ്യാറാണ്, നിങ്ങൾ കൊടുക്കാൻ വേണ്ടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവനക്ക് തെറ്റുമില്ല. അവനക്ക് ഇപ്പൊ എന്ത് തെറ്റില്ല? നിങ്ങൾ എന്റെ അടുത്ത് സൂക്ഷിക്കാൻ തന്ന ആളാണല്ലോ, എനിക്ക് സൂക്ഷിച്ചു വെക്കുന്ന ജോലിയല്ലേ ഉള്ളത്, സദഖ കൊടുക്കുക എന്നുള്ള എന്റെ ജോലിപ്പെട്ടതല്ലോ. അതുകൊണ്ട് ഞാനത് സൂക്ഷിപ്പ് വെക്കലേ ഉള്ളൂ, അത് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഞാനത് കൊടുക്കൂല എന്ന് പറഞ്ഞാല് എന്താണ്, അവന്റെ ജോലിയിൽ അനുഭവിച്ചെന്ന് വരുത്തിയിട്ടുള്ളതല്ല. അവന്റെ ജോലി അതുകൊണ്ട് അവനക്ക് ശമ്പളം കിട്ടുന്ന അവന്റെ പറയപ്പെട്ട കൂലി നഷ്ടപ്പെടുവൊന്നുമില്ല, അവനക്ക് പിന്നെ അർഹതപ്പെട്ട കൂലി നഷ്ടപ്പെടുവൊന്നുമില്ല. ചായ കുടിച്ച പോകരെ കൊടുത്തില്ല ചായ. അപ്പോ പിന്നെ ഏതാണ്, അപ്പോ അതിനോട് കൂടെ തന്നെ അവൻ സദഖ ചെയ്തതിനെ സന്തോഷത്തോടുകൂടെ അവൻ സ്വീകരിക്കുകയും ആ സദഖ ചെയ്യുകയും ചെയ്യുമ്പോ അല്ലാഹു തആല യഥാർത്ഥത്തിൽ സ്വത്ത് ചെലവഴിച്ച ആളുടെ വലിയ പ്രതിഫലം പോലുള്ള ആ പ്രതിഫലം ഈ സൂക്ഷിപ്പുകാരനും കൊടുക്കും എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നല്ല കാര്യത്തിന്റെ മേൽ പരസ്പരം സഹായം ചെയ്യാന്ന് പറയുന്നത് വിവിധ മേഖലകളിലേക്ക് അതിന്റെ പിന്നെ വിശദീകരണങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട്. നല്ല കാര്യത്തിന്റെ മേൽ പരസ്പരം അങ്ങും ഇങ്ങും സഹായിക്കുക എന്ന് പറയുന്നത് അത് ഏതോ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ വരുന്ന ധാരാളം മേഖലകളിലേക്ക് എന്താക്കുന്നുണ്ട്, അതിന്റെ
പിന്നെ വിശദീകരണം നടക്കുന്നുണ്ട്, അത് നാം മനസ്സിലാക്കണം. അപ്പൊ ഇനി ബാക്കിയുള്ളത് നമ്മൾ ഖിയാസാക്കാം. ഇനി ഇവിടത്തിന് ഏതിലൊക്കെ കൂലി കിട്ടുന്നുള്ളത് നല്ലത് എന്ന് പറയാൻ പറ്റുന്ന ഏത് കാര്യത്തിന്റെ മേലും അത് സഹായം ആര് ചെയ്യുന്നോ അതിന് ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം അല്ലാഹു നൽകും. ഒഫീ റിവായ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അല്ലദീ യുഅതി മാ ഉമിറ ലഹു, അല്ലദീ യുഅതി മാ ഉമിറ ബിഹി വളബത്തുൽ മുതസദ്ദിഖീൻ എന്നാണുള്ളത് കേട്ടോ. അല്ലദീ പിന്നെ മറ്റു റിപ്പോർട്ടുള്ള നല്ലത് യുഅതി മാ ഉമിറ ബിഹി എന്നാണ്. നൽകുന്നവൻ മാ ഉമിറ ബിഹി. ഇവിടെ പറഞ്ഞ എന്താ യുംഫിദു മാ ഉമിറ ബിഹി എന്നായിരുന്നു നമ്മൾ പറഞ്ഞ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ വേറൊരു റിപ്പോർട്ടിൽ യുഅതി മാ ഉമിറ ബിഹി എന്നാണ്. രണ്ടും ആശയം ഒന്ന് തന്നെ. യുഅതി എന്നുള്ളതിന്റെയും അതേപോലെ തന്നെ യുംഫിദു എന്നുള്ളതിന്റെയും ആശയം ഒന്ന് തന്നെയാണ്. പക്ഷേ രണ്ട് റിപ്പോർട്ടിൽ രണ്ട് വാചകമാണ്, രണ്ട് വേർഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി വിശദീകരിച്ചതാണ്. അതേപോലെ വബത്തുൽ മുതസദ്ദിഖീന, മുതസദ്ദിഖീന എന്ന വാക്കിനെ പിന്നെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്? മുതസദ്ദിഖൈനി എന്നിങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുതസദ്ദിഖീനുണ്ട്, അതാണ് വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അഹദുൽ മുതസദ്ദിഖീൻ എന്ന് പറഞ്ഞു. അവിടെ അഹദുൽ മുതസദ്ദിഖീൻ എന്നും വായിക്കാം, അഹദുൽ മുതസദ്ദിഖൈനി എന്നും വായിക്കാം. അതാണ് വബത്തു. മുഹദ്ദിസീങ്ങൾ ഹർക്കത്തുകൾ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അൽ മുതസദ്ദിഖീന, മുതസദ്ദിഖീന എന്ന് പറഞ്ഞതിന്റെ ഹർക്കത്തുകൾ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. എങ്ങനെ? ബിഫദ്ഹിൽ ഖാഫി, മുതസദ്ദിഖ ഖാഫിനക്ക് ഫത്ത് കൊടുത്തുകൊണ്ട്, മാ കസ്രി നൂനി, നൂനിനക്ക് കസ്ർ കൊടുത്തുകൊണ്ട്, അൽ തസ്നിയത്തി ദ്വിവചനമാണ് എന്നതെടുക്കും. അപ്പൊ മുതസദ്ദിഖ് ഏകവചനം, മുതസദ്ദിഖൈനി ദ്വിവചനം, രണ്ടാളുകളുടെ മേൽ അറിയിക്കുന്ന വചനം വാക്ക്. അങ്ങനെ ഏകവചനം, ദ്വിവചനം, പിന്നെ ബഹുവചനം, ഇങ്ങനെ മൂന്ന് നിരക്കുണ്ട് അറബി ഭാഷയിൽ. മലയാളത്തില് അങ്ങനെ ഇല്ലല്ലോ. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ ഏകവചനം കഴിഞ്ഞാൽ പിന്നെ ബഹുവചനമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏകവചനം, മനുഷ്യർ എന്ന് പറഞ്ഞാൽ ബഹുവചനം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ദ്വിവചനം മലയാളത്തിലില്ല. അറബിയിൽ അങ്ങനെയല്ല, ഏകവചനം ഉണ്ട്, പിന്നെ ദ്വിവചനവുമുണ്ട്, ബഹുവചനവുമുണ്ട്. രണ്ടാളുടെ മേൽ അറിയിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടാളുടെ മേൽ അറിയിക്കുന്ന വചനം കൊണ്ട്, വാക്കുകൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ്? മുതസദ്ദിഖൈനി വായിക്കണം എന്നൊരഭിപ്രായം. അത് വേറൊരു അഭിപ്രായം എങ്ങനെ? വാക്ക് സിഹി, നേരെ പറഞ്ഞതിന്റെ നേരെ മാറ്റം കൊണ്ടും. നേരെ പറഞ്ഞതിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മുതസദ്ദിഖൈനി എന്നായിരുന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. അതിന്റെ അപ്പൊ ഖാഫിനക്ക് ഫത്തവും നൂനിനക്ക് കസ്റും. ഞാൻ നേരെ മാറ്റാവുമ്പോ എന്താണ്? ഖാഫിനക്ക് കസ്റും നൂനിനക്ക് ഫത്തവും. അപ്പൊ മുതസദ്ദിഖീന, മുതസദ്ദിഖീന എന്ന നിലക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഹർക്കത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. വകിലാഹുമാ സഹീഹുൻ, രണ്ടു വായനയും ശരിയാകുന്നു. പിന്നെ പ്രശ്നമല്ല, സദ്ദിഖീനാന്ന് വായിച്ചാലും മുതസദ്ദിഖൈനി വായിച്ചാലും ആശയം ഒന്ന് തന്നെയാണ്. രണ്ടു നിലക്കും റിപ്പോർട്ടും ഉണ്ട്. ശരി, ഇനി എന്താണ്? ഇനി ബാബ് മാറുകയാണ്, അധ്യായം മാറി. ബാബും ഫിൻ നസീഹ, നസീഹത്തിനെ വിശദീകരിക്കുന്ന അധ്യായമാണ്. നേരെ പറഞ്ഞതിന്റെ ആയിട്ടൊക്കെ ബന്ധമുള്ളത് തന്നെയാണ്, എങ്കിലും അർബിഷൈകമായിട്ടും കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ബാബും ഫിൻ നസീഹ, നസീഹത്തിനെ വിശദീകരിക്കുന്ന പാഠം. എന്താണ് നസീഹത്ത് എന്ന് പറഞ്ഞാല്? നസീഹത്ത് എന്ന് പറഞ്ഞാല് പിന്നെ വാക്കിനാലുള്ള നസീഹത്ത് ഉണ്ടാകും. നസീഹത്ത് വാക്കുകൊണ്ട് ഉണ്ടാകും, പ്രവർത്തനം കൊണ്ടും ഉണ്ടാകും. പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിനോട് നസീഹത്ത് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ നസീഹത്ത്, അള്ളാഹു റസൂലിനോട് നസീഹത്ത്. അതേപോലെ പിന്നെ മഹാന്മാരായിരിക്കുന്ന മുതിർന്ന ആളുകളോടുള്ള നസീഹത്ത്, ഭരണാധികാരികളോടുള്ള നസീഹത്ത്, സഹപ്രവർത്തകരോടുള്ള നസീഹത്ത്, കുട്ടികളോടുള്ള നസീഹത്ത്, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നസീഹത്ത് എന്ന പദം ഉപയോഗിക്കപ്പെടും.
അപ്പോ നസീഹത്ത് എന്ന് പറയുമ്പോ എവിടെയാണ് ആ പദം കൊണ്ടുവന്നത് വെച്ചാല് ആ പദം കൊണ്ടുവന്ന സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങൾ ആ പദത്തിന് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹിനോട് നസീഹത്ത് എന്ന് പറയുമ്പോ എങ്ങനെയാണ്? അള്ളാഹിനോട് നസീഹത്ത് വേണം എന്ന് പറയുമ്പോ അള്ളാഹു തആല വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക. എന്താണ് പേജ് നമ്പർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പേജ് നമ്പർ എന്റെ കയ്യിലുള്ള ഒരു 101-ാമത്തെ പേജാണ് റിയാദുസ് സാലിഹീൻ. പിന്നെ റിയാദുസ് സാലിഹീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്തബത്ത് ഷാമിലയിൽ കിട്ടുന്നതുണ്ട്. അതിൽ 132 പേജ്. 132 പേജ്. പിന്നെ ഹദീസിന്റെ നമ്പർ എത്രയാണ്? 180-ാമത്തെ ഹദീസാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഓടിയത്. 180-ാമത്തെ ഹദീസ് ഓടിയിട്ടാണ് പിന്നെ ഇനി അധ്യായം ഇപ്പൊ ബാബും പിന്നെ നസീഹത്തി എന്ന അധ്യായം വന്നിട്ടുള്ളത്. അപ്പൊ നസീഹത്തിനെ വിശദീകരിക്കുന്ന അധ്യായമാണ് എന്നാ പറഞ്ഞത്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നസീഹത്ത് എന്ന പദം വന്നിട്ടുള്ളതിനനുസരിച്ച് അവിടെ അർത്ഥങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഒരേ ഒരു പദം ഉപയോഗിക്കാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു തആലയിൽ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സിഫത്തുകളിലും അള്ളാഹുവിന്റെ വാജിബും മുസ്തഹിലുമായ സിഫത്തുകളിലൊക്കെ വിശ്വസിക്കുക, ജായിസായ സിഫത്തുകളിൽ വിശ്വസിക്കുക, ആ വിശ്വാസം മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക, ആ വിഷയത്തിൽ കളങ്കം വരുത്താതിരിക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ആ നസീഹത്തിൽ പെടും. അതുപോലെ അമ്പിയാക്കളുടെ നസീഹത്ത് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് അമ്പിയാക്കളെ കൊണ്ടുള്ള സിഫത്തുകളും അമ്പിയാക്കൾക്കുള്ള സിഫത്തുകളെ കൊണ്ടും മറ്റും വിശ്വസിക്കുക. അവരുടെ പിന്നെ ഉസ്മത്ത് പാപങ്ങളിൽ നിന്നിട്ടും അവർ സുരക്ഷിതരായിരിക്കുക എന്ന് പറയുന്ന ആ സംഭവം, അവർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക എന്നുള്ള അമ്പിയാക്കളുടെ വിശേഷണമാണ്. അത് ശരിക്കും പ്രചരിപ്പിക്കുക, അമ്പിയാക്കളുടെ മദഹുകൾ പറയുക, സ്ഥാനമാനങ്ങൾ പറയുക, അതെല്ലാം അമ്പിയാക്കളുടെ നസീഹത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ നസീഹത്ത് എന്ന് പറഞ്ഞതിന് പിന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ അത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റും. ഏതായിരുന്നാലും ഖാല തആല ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് നിശ്ചയം സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാകുന്നു. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായിട്ടും മുഅ്മിനുകൾ സത്യവിശ്വാസികൾ ഇഖ്വത്തുൻ, അവരാരാണ്? സഹോദരന്മാരാണ്. ഏത് നാട്ടിലാണെങ്കിലും പിന്നെ എത്ര കഴിവുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഏത് നിറക്കാരാണെങ്കിലും എല്ലാവരും സഹോദരന്മാരാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും വിഷമം പറ്റിയാലും നമുക്കതിന്റെ പേരിൽ വിഷമങ്ങൾ വേണം, അതിന്റെ പേരിലുള്ള അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മറുനാട്ടിൽ എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വിഷമം പറ്റിയെന്ന് കേട്ടാലും അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്താക്കണം? പിന്നെ ദുആ ചെയ്യുകയും അവരുടെ ഖൈറിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. കാരണം അവർക്ക് സഹോദരന്മാരാണ് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അൽ ഹുജറാത്ത്, സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്താണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന് പറഞ്ഞത്, 10-ാമത്തെ ആയത്താണ്. വഖാല തആല ഇഖ്ബാറൻ. അപ്പൊ മുഅ്മിനീങ്ങളുടെ നസീഹത്ത് എന്താണ്? മുഅ്മിനീങ്ങളുടെ നസീഹത്ത് തന്റെ സഹോദരന് എന്ത് ഒരു ഉദ്ദേശമാണോ, എന്തൊരു ആവശ്യമാണോ ഉള്ളത്, ആ ആവശ്യം പരമാവധി നടപ്പിലാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുമല്ലോ. നമ്മുടെ സ്വന്തം സഹോദരന്, നമ്മുടെ ഉപ്പയിലും ഉമ്മയിലുമായിട്ടുള്ള നമ്മുടെ സ്വന്തം സഹോദരന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നാം എത്രമാത്രം ശ്രമിക്കുമോ അതുപോലുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമീങ്ങളിൽ നിൽക്കുവാണെങ്കിലും അവർക്കാണെങ്കിലും അവരുടെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. ഞാനും എന്റെ പെണ്ണും എന്റെ കുട്ടിയും ഒരു തെറ്റാനും എന്ന ആ ഒരു ശൈലിയൊന്നും പാടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ നസീഹത്തിൽപ്പെട്ടതാണെന്നാ പറയുന്നത്.
സഹോദരന്മാരായി കാണുന്നത് നസീഹത്തിൽപ്പെട്ടതാണ് എന്നതാണ് ഇമാം നബി തങ്ങൾ ഈ ഹദീസ് ഈ ആയത്തിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ വേണോ വെച്ചിട്ട് വേണ്ടാതെന്നപ്പോഴേ അവരും ചോദിക്കാൻ വിട്ടുണ്ടാവും. ശരി, അപ്പോ ഏതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന ആയത്തിനെ ബാബും ഫിൻ നസീഹത്തി എന്ന അധ്യായത്തിൽ കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടാ? മുഅ്മിനീങ്ങളെ സഹോദരന്മാരായിട്ട് കാണുന്നത് നസീഹത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് പറയുന്നത്. വഖാല തആല ഇഖ്ബാറൻ നൂഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂഹ് നബി അലൈഹി സ്വലാമിനെ തൊട്ടുള്ള വർത്തമാനത്തില് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അൻസഹു ലക്കും, നിങ്ങൾക്ക് ഞാൻ ഗുണദോഷിക്കുകയാണ് നിങ്ങളുടെ വിഷയങ്ങളിൽ. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞതാണ്, തന്റെ ഖൗമിനോട് പറഞ്ഞതാണ്, അൻസഹു ലക്കും, നിങ്ങൾക്ക് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ നന്മക്കാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അൻസഹു ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നന്മക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. അൻസഹു, ഞാൻ നന്മക്കാവശ്യമായ കാര്യമാണ് ചെയ്യുന്നത്, ലക്കും, നിങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ ഉപദേശിക്കുക എന്നർത്ഥം അവിടെ വരും. ചില സ്ഥലത്ത് നസീഹത്തിൽ ഉപദേശിക്കാൻ അർത്ഥം വരും. ഇപ്പോ ഒരു പ്രവാചകർ ആ പ്രവാചകന്റെ അനുയായികളോട് പറയുമ്പോൾ അവിടെ എന്തായി, നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഞാൻ നൽകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലക്കും. സൂറത്തുൽ ആറാഫിന്റെ 62-ാമത്തെ ആയത്തിലാണ് ആ ഭാഗമുള്ളത്. പിന്നെ ഹൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹൂദ് നബി അലൈഹി വഅലാ നബിയിന സ്വലാത്തു വസ്സലാം തങ്ങളെ തൊട്ട് റിപ്പോർട്ടിലുണ്ട്. പിന്നെ അല്ലാഹു തആല ഉദ്ധരിക്കുന്നതിൽ കാണാം, വഅനലക്കും നാസിഹുൻ അമീൻ, വഅനലക്കും നാസിഹുൻ അമീൻ, വഅന ഞാൻ ലക്കും, നിങ്ങൾക്ക് നാസിഹുൻ, ഗുണദോഷിക്കുന്നവരാണ്, നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണ്. നിങ്ങൾ ബഹുദൈവങ്ങളെ ആരാധിക്കരുത്, അല്ലാഹുവിനക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി പറയുന്നതാണ്. അമീനുൻ, നിങ്ങൾക്ക് ഞാൻ വിശ്വസ്തനാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വഞ്ചന പറയുന്നവനല്ല, ഞാൻ വഞ്ചന കാണിക്കുന്നവനല്ല, നിങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള വിശ്വസ്തനാണ് ഞാൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതും അല്ലാഹു തആലയുടെ വാക്ക് ഇവിടെ ഇമാം നബി തങ്ങൾ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? നസീഹത്ത് എന്ന പദം അവിടൊക്കെ ബാധകമാണ്. അവിടൊക്കെ ഉപയോഗിക്കുന്നത് വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പിന്നെ ഉപയോഗിക്കുന്നത് ഏതാണ്? എല്ലാം നസീഹത്തിന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. അപ്പോ ഇനി നമുക്ക് എന്താണുള്ളത്? ഇനി ഹദീസിലേക്ക് കടക്കാം. ഹദീസിലേക്ക് കടന്നു കഴിഞ്ഞാല് എന്താ പറയുന്നത്? ആദ്യമായിട്ട് അനലക്കും നാസിഹുൻ അമീൻ എന്നായിരുന്നു ആര് പറഞ്ഞത്? പിന്നെ ഹൂദ് അലൈഹി സ്വലാം പറഞ്ഞത് അല്ലേ? അതെ. അമ്മൽ അഹാദീസു, അപ്പോൾ ഹദീസുകളിലേക്ക് പ്രവേശിച്ചാൽ ഫൽ അവ്വലു അൻ അബീ റുഖയ്യത തമീം ബിൻ ഔസ് ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അദ്ദീനു അൻ-നസീഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂ റുഖയ്യ തമീം ബിൻ ഔസ് ദാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അദ്ദീനു അൻ-നസീഹ. ഖുൽനാ ലിമൻ? قال لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. رواه مسلم. ക്ലാസ് കേൾക്കുന്നില്ലേ? ശരിക്കും കേൾക്കുന്നില്ലേ? വല്ല പ്രശ്നമുണ്ടോ ക്ലാസ് കേൾക്കുന്നതിന്? ഓക്കെ. ഏതാണ് ഇവിടെ അബൂ റുഖയ്യ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ റുഖയ്യ
ഒരു മകള് മാത്രമുള്ള സഹാബിയായിരുന്നു ഈ തമീം ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ആ മകളുടെ പേര് റുഖയ്യ എന്നാണ്. അപ്പോ അബൂ റുഖയ്യ എന്ന് അവർക്ക് ഓമന പേര് വിളിക്കുന്നതാണ്. തമീം എന്നാണ് ശരിയായ പേര്. തമീം ഔസ് ഉപ്പാടെ പേരാ. ദാരി എന്ന് പറയുന്നത് ഉപ്പാപ്പയിലേക്കുള്ള നിസ്ബയാണ്. ഏതായിരുന്നാലും ശരി, റളിയല്ലാഹു അൻഹു മഹാനായ സഹാബി പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദീനു അന്നസീഹ, ദീന് എന്ന് പറയുന്നത് അന്നസീഹ, അത് നസീഹത്താണ്, നസീഹത്താണ്. ദീന് നസീഹത്താണെന്ന് പറഞ്ഞ് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ പോലെയാണെന്നാണ് ദലീൽ സാലിഹിൻ വിശദീകരിക്കുന്നത്. ഇത് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് റിയാദു സാലിഹിന്റെ വിശദീകരണമായ ഷറഹായ മറ്റ് വിശദീകരിച്ചുകൊണ്ട് ദലീൽ സാലിഹിൻ വിശദീകരിക്കുന്നത്, ഐ ഹിയ ഇമാദുദ്ദീൻ, നസീഹത്ത് ദീനിന്റെ അതിപ്രധാനമായ നെടുംതൂണാകുന്നു. നസീഹത്ത് എന്ന് പറയുന്നത് ദീനിന്റെ അതിപ്രധാനമായ ഒരു തൂണാണ്. ആ ദീനിന്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനമാകുന്നു നസീഹത്ത്. ഖൗലിഹി, ഈ അദ്ദീനു അന്നസീഹ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നബി തങ്ങളുടെ മറ്റൊരു വാക്ക് പോലെയാണ്. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് അറഫയാണ്. ഹജ്ജിനുള്ള പ്രത്യേകത ഏതാണ്? അറഫയിൽ നിൽക്കൽ കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. ഉംറയിലാണെങ്കിലോ അറഫയിൽ നിൽക്കലല്ലാത്ത മറ്റമലുകളാണുള്ളത്. അപ്പൊ അതിപ്രധാനമായി ഹജ്ജിലുള്ള പ്രത്യേകിച്ച് ഉള്ള അമല് അറഫയിൽ നിൽക്കൽ കൂടുതലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുത്തരം കിട്ടുക ചെയ്യുന്ന ഒരു അമലാണ്. ഫഹുവ മിനൽ ഹസരിൽ മജാസി ദൂനൽ ഹഖീഖി. അപ്പൊ അദ്ദീനു അന്നസീഹ എന്ന് പറഞ്ഞാൽ ദീന് എല്ലാ കാര്യങ്ങളും നസീഹത്ത് മാത്രമേ ഉള്ളൂ എന്നല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നസീഹത്ത് എന്ന്. അപ്പൊ ഹഖീഖിയായ നിലക്കുള്ള ഹസർ അതിലില്ല എന്ന് പറഞ്ഞാല്, ഹഖീഖിയ ഹസറില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദീനിൽ നസീഹത്ത് മാത്രമല്ല, നസീഹത്ത് അല്ലാത്ത വേറെ കാര്യവുമുണ്ട്. അതിനോട് കൂടെ തന്നെ പറഞ്ഞത് എന്താണ്? പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഐ അന്നഹു ഉരീദൽ മുബാലഗ ഫീ മദ്ഹി നസീഹത്തി, നസീഹത്തിനെ ഗുണം പറയുന്ന, നസീഹത്തിനെ പറയുന്ന, നസീഹത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നതിൽ വളരെ കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടി, അതിന്റെ സ്ഥാനത്തിനെ കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞതാണ്? അദ്ദീനു അന്നസീഹ എന്ന് പറഞ്ഞതാണ്. എന്നല്ലാതെ നസീഹത്തല്ലാത്ത നിരവധി കാര്യങ്ങൾ എന്തിനുണ്ട്? ദീനിലുണ്ട്. നിസ്കാരവും നോമ്പൊക്കെ ഏതാണ്? ഇതിൽപ്പെട്ട ദീനിൽപ്പെട്ടതാണല്ലോ. അപ്പോ നസീഹത്ത് എന്ന് പറയുന്നത് മറ്റൊരാളിലേക്ക് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ പോട്ടെ, എന്നിട്ട് എന്റെ മുഴുവനും നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. പിന്നെ കൂടുതൽ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ലിമൻ, സ്വഹാബത്ത് ചോദിച്ചു, ദീന് നസീഹത്താണെന്ന് പറഞ്ഞപ്പോ, ഉപദേശിക്കലാണെന്ന് പറഞ്ഞപ്പോ ആരോടുള്ള ഉപദേശമാണ് സ്വഹാബത്ത് ചോദിച്ചു. അല്ലാഹു റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ, ആരോടുള്ള ഉപദേശമാണ്? അദ്ദീനു അന്നസീഹ എന്ന് പറഞ്ഞപ്പോ ദീന് നസീഹത്താണ് പറഞ്ഞപ്പോ ആരോടുള്ള ഉപദേശമാണ്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? ലിമൻ ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. ദീന് നസീഹത്ത് എന്ന് പറയുന്നത് പല നിലക്കും, പല സന്ദർഭത്തിലും പല നിലക്കും വെക്കും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നത്. ലില്ലാഹി, അല്ലാഹുവിനോടുള്ള നസീഹത്താണ് ദീന്. അതേപോലെ വലി കിതാബിഹി, അല്ലാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്തുമാണ് ദീന്. കേട്ടോ, വലി കിതാബിഹി, അല്ലാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്തുമാണ് ദീന്. അപ്പൊ കിതാബിനോട് നസീഹത്തുണ്ട്, ഖുർആാനോടുള്ള നസീഹത്തുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ഓതുക. അള്ളാഹുവിനോടുള്ള നസീഹത്ത് എങ്ങനെ? അള്ളാഹു തആലയെ, അവന്റെ ഏകത്വത്തിനെ വ്യക്തമാക്കി അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹുവിനോടുള്ള നസീഹത്താണ്. ശിർക്ക് വെക്കാതിരിക്കുക, ഇഖ്ലാസ് കൈക്കൊള്ളുക എല്ലാ കാര്യങ്ങളിലും. ഇഖ്ലാസിന്റെ മേൽ ജനങ്ങളെ പ്രേരിപ്പിക്കുക.
നേരത്തെ പറഞ്ഞ ദലീൽ ഫാലിഹീൻ അതിന്റെ വിവിധ രൂപങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ കിതാബിനോട് എങ്ങനെയാണ് നസീഹത്ത്? അൽ ഈമാനു ബിഅന്നഹു കിതാബുല്ലാഹി വ തൻസീലു, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള കിതാബാണെന്ന് വിശ്വസിക്കുക. മറ്റ് സൃഷ്ടികളുടെ ഒരു വർത്തമാനവും അള്ളാഹുവിന്റെ കിതാബാകുന്ന കലാമാകുന്ന ഖുർആനോട് തുല്യമായിട്ടില്ല എന്ന് വിശ്വസിക്കുക. ലോകത്ത് അള്ളാഹുവിന്റെ കലാമിനോട് തുല്യമായിട്ടുള്ള ഒന്ന് കൊണ്ടുവരാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ ബഹുമാനിക്കുക, അത് പാരായണം ചെയ്യുക, ഓതേണ്ടത് പോലെ ഓതുക. ഖുർആൻ ഓതുമ്പോൾ സൗണ്ട് നന്നാക്കി ഓതുക, നല്ല ഈണത്തിൽ ഓതുക, മെച്ചപ്പെട്ട സൗണ്ടോടുകൂടെ ഓതുക. അതിനർത്ഥം അതിന്റെ ആശയം തെറ്റിപ്പോകുന്ന രീതിയിലാവാൻ പാടില്ല. ഓതുന്ന അവസരത്തിൽ ഭക്തി ഉണ്ടാവുക, അതിന്റെ ഹർഫുകളൊക്കെ വേണ്ടതുപോലെ ഉപയോഗിക്കുക. ഖുർആനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ വ്യാഖ്യാനത്തിനെ ഒക്കെ അവർക്കൊക്കെ മറുപടി പറയുക. ആ ഖുർആനിനെ തെറ്റായിട്ട് വിശദീകരിക്കുന്ന ആളുകളുടെ വിശദീകരണങ്ങൾക്ക് മറുപടി പറയുക, അതും ഖുർആനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പിന്നെ ഏതാണ് ഖുർആനിലുള്ളതൊക്കെ സത്യമാക്കുക, അതിന്റെ അഹ്കാമുകൾ അനുസരിച്ച് ജീവിക്കുക, ഖുർആനിലുള്ള ഉപദേശങ്ങൾ ഉൾക്കൊള്ളുക, ഖുർആനിലുള്ള അത്ഭുത കാര്യങ്ങളിൽ ചിന്തിക്കുക. അങ്ങനെ വ്യത്യസ്തമായ ഖുർആന്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുക, അതാണ് ഖുർആനോടുള്ള നസീഹത്ത്. പിന്നെയോ വലിയ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്തുമാണ്. അതെങ്ങനെ? തസ്ദീഖുഹു അലൽ റിസാലത്തി വൽ ഈമാനു ബിഹി വ തഅതുഹു ഫീ അവാമിരിഹി വ നവാഹിഹി വ നുസ്റതുഹു ഹയ്യൻ വ മയ്യിതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്ത് എങ്ങനെയാണ് നിർവഹിക്കുക? തസ്ദീഖുഹു അലൽ റിസാലത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ മേൽ തങ്ങളെ വാസ്തവമാക്കുക. ആ പ്രബോധന ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നുള്ള റിസാലത്ത് മുർസലാണെന്നതിന്റെ മേൽ വാസ്തവമാക്കുക. വൽ ഈമാനു ബിഹി, നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, ഒക്കെ നസീഹത്തിൽപ്പെട്ടതാണ്. വതഅതുഹു, നബിയെ അനുസരിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി അവാമിരിഹി വ നവാഹിഹി, അവിടുത്തെ എല്ലാ കൽപ്പനകളിലും അവിടുത്തെ എല്ലാ നിരോധനങ്ങളിലും അവർ അനുസരിക്കുക. വനുസ്റതുഹു, നബിയെ സഹായിക്കലാണ്. ഹയ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, വമൈതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷവും നബി തങ്ങളെ സഹായിക്കലാണ് കേട്ടോ. വഇഹ്യാഉഹു, വനുസ്റതുഹു ഹയ്യൻ വമൈതാ, ജീവിച്ചിരിക്കുമ്പോഴും നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കലാണ്. നസീഹത്തുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ്? നുസ്റത്തുഹു ഹയ്യൻ വ മൈതൻ, വഫാത്തിന്റെ ശേഷവും നബി തങ്ങളെ സഹായിക്കണം. അതെങ്ങനെ വഫാത്തിന് ശേഷം നബി തങ്ങളെ സഹായിക്കല്? പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുസ്റത്ത് തന്നെയാണ്. പോരാ, അതൊന്നും പോരാ. വമുആദാതു മൻ ആദാഹു വമുവാലാതു മൻ വാലാ, നബി തങ്ങളെ എതിർക്കുന്ന ആളുകളോട് എതിർത്ത് പ്രകടിപ്പിക്കലും നബി തങ്ങളോടുള്ള നസീഹത്താണ്. വമുവാലാതു മൻ വാലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സഹായിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാനത്തിനെ മഹത്വവൽക്കരിക്കുക, അവിടത്തെ ബഹുമാനിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിനെയും നടപടിയെയും പുനരുജ്ജീവിപ്പിക്കുക, വബസ്സു ദഅവതിഹി വനശ്റു സുന്നതിഹി വസ്തിഫാദത്തു ഉലൂമിഹാ والتفقه في معانيها والدعاء إليها والتلطف في تعليمها وإعلامها وإذلالها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ വ്യാപിപ്പിക്കുന്ന വിഷയത്തിൽ പ്രവർത്തിക്കുക, അവിടുത്തെ വിജ്ഞാനങ്ങളെ നേടുക, വിജ്ഞാനങ്ങൾ പഠിക്കുക, അതിന്റെ ആശയങ്ങളിൽ ചിന്തിക്കുകയും
പഠനം നടത്തുകയും ചെയ്യുക. അതുപോലെ ആ ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മാർദ്ദവമായ ശൈലി ഉപയോഗിക്കലും അതിൽപ്പെട്ടതാണ്. ആ സുന്നത്തിനെ ബഹുമാനിക്കുന്ന വിഷയത്തിലും മഹത്വവൽക്കരിക്കുന്ന വിഷയത്തിലും അതിന് സ്ഥാനമാനങ്ങൾ കൊടുത്തും ജനങ്ങളുടെ ഇടയിൽ അതിനെ പഠിപ്പിക്കുന്ന വിഷയത്തിലൊക്കെ നല്ല മാർദ്ദവമായ ശൈലി ഉപയോഗിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തങ്ങളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. ഹദീസ് ഓതുന്ന സമയത്ത് അദബ് പാലിക്കലും അതിൽപ്പെട്ടതാണ്. അറിവ് കൂടാതെ സുന്നത്തിന്റെ വിഷയത്തിൽ സംസാരിക്കാതിരിക്കലുമാണ്. അറിവില്ലാതെ ഉണ്ടാക്കാൻ പാടില്ല, സുന്നത്തിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല. സുന്നത്ത് ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് അറിവില്ലാതെ അതിന് വിശദീകരിക്കാൻ പാടില്ല. ആ സുന്നത്തിന്റെ അഹ്ലുകാരെയും സുന്നത്ത് ഹദീസ് പഠിക്കുന്ന ആളുകളെ ബഹുമാനിക്കുക ഹദീസുമായി ബന്ധപ്പെട്ട കാരണം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുന്നതമായ സ്വഭാവം കൊണ്ട് സ്വഭാവം സ്വീകരിക്കാൻ തയ്യാറാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബ് കൊണ്ട് അദബ് സ്വീകരിക്കാൻ തയ്യാറാവുക. അവിടുത്തെ ആ അദബുകൾ, ആ മര്യാദകൾ, ആ പ്രവർത്തനങ്ങൾ, പക്വമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് നാം ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണം. അവിടുത്തെ കുടുംബത്തെയും അവിടുത്തെ അനുചരന്മാരെയും സ്നേഹിക്കുക. ബിദ്അത്തിന്റെ അഹ്ലുകാരോട് ദേഷ്യപ്പെടലും സുന്നത്തിൽപ്പെട്ടതാണ്. സഹാബത്തിൽപ്പെട്ട ആരെങ്കിലും വിമർശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടും, സുന്നത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും പുത്തൻ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെയും അവരോടൊക്കെ ദേഷ്യം പിടിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്തിൽപ്പെട്ടതാണ് കേട്ടോ. വളരെ വ്യാപകമായ വിശാലമായ അർത്ഥമാണ് ഇതിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞതിനുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും എന്ത് വേണം? നസീഹത്ത് വേണം. എങ്ങനെ നബി തങ്ങളെ നസീഹത്ത് ചെയ്യൽ എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞു. വലിയ അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിം ഭരണാധികാരികളോടുമുള്ള മുസ്ലിം ഭരണാധികാരികളോടും നസീഹത്തുണ്ട്, അവരോടും നസീഹത്ത് വേണം. അദ്ദീനു അന്നസീഹ, ദീന് എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണെന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനോടുള്ള നസീഹത്താണ്, അതുപോലെ അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്താണ്, അതൊക്കെ ദീനാണ്. അതേപോലെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്തും ദീനിൽപ്പെട്ടതാണ്. പിന്നെ മുസ്ലിം ഭരണാധികാരികളോടുള്ള നസീഹത്തും അതും ദീന് തന്നെയാണ്. അതെങ്ങനെ? വഹിയ ബിമുആവനതിഹിം അലൽ ഹഖി വതഅതുഹും, അവരെ അനുസരിക്കുകയും അവർ ഹഖായ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ നടപ്പിലാക്കുന്ന വിഷയത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യുക. വഅംറുഹും ബിഹി, ആ മുസ്ലിമീങ്ങളായിരിക്കുന്ന ഇമാമുകൾ, മുസ്ലിമിന്റെ ഭരണാധികാരികൾ, മുസ്ലിങ്ങളായ ഭരണാധികാരികൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താക്കുക? അനുസരിക്കുകയും അവർ കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുകയും ചെയ്യുക. ആ ഇമാമുകൾ അശ്രദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ മാർദ്ദവമായും സമാധാനപരമായും അവരെ ആ വിഷയത്തിൽ ഉണർത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. മുസ്ലിമീങ്ങളുടെ ഹക്കിൽ നിന്ന് അവർ ഗൗനിക്കാത്ത വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിലൊക്കെ എന്താക്കുക? അവരെ ശ്രദ്ധ തിരിക്കുക. ആ വിഷയത്തിലൊക്കെ ശ്രദ്ധ തിരിക്കുക എങ്ങനെയാവണം? വളരെ റിഫോടുകൂടെ, മയത്തോടുകൂടെയും സമാധാനപരമായിട്ടുമായിരിക്കണം. വതർക്കുൽ ഖുറൂജി അലൈഹിം, ആ ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടാതിരിക്കുക. ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാല് അവർക്കെതിരിൽ വാദിക്കാൻ പാടില്ല എന്നർത്ഥം, ഭീകരവാദം പാടില്ല എന്നർത്ഥം. മറ്റു മുസ്ലിമീങ്ങളോടൊക്കെ
ഭരണാധികാരികൾക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ട് മറ്റു മുസ്ലിമുകളുടെ ഹൃദയം ഇണക്കി കൊണ്ടുവരിക. അവരുടെ മേൽ കള്ള സ്ഥാനമാനങ്ങൾ പറഞ്ഞിട്ട് അവരെ വഞ്ചനയിൽപ്പെടുത്താതിരിക്കാം. ഭരണാധികാരികളെ സോപ്പിട്ട് കൂടിയിട്ട് എന്താക്കുക, അവരെ ഇല്ലാത്ത കുറെ സ്ഥാനമാനങ്ങൾ പറഞ്ഞിട്ട് അവരെ സ്വയം നല്ല ആളുകളായിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ അഹങ്കാരം ഉണ്ടാക്കിയിട്ടും മറ്റും അവരെ വഞ്ചനയിൽപ്പെടുത്താതിരിക്കുക. അതൊക്കെ അവരുടെ നസീഹത്തിൽപ്പെട്ടതാണ്. അവർക്ക് നന്മ കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇത് ഭരണാധികാരികളായ ആളുകൾ, അതല്ലെങ്കിൽ അല്ലാത്ത ഇസ്ലാമിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾ, പണ്ഡിതന്മാർ എല്ലാവരും ആ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതാണ് പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥം കേട്ടോ. അഖീദന്റെ ക്ലാസിന്റെ ടൈം ഓവറായിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് മൈക്ക് വിടാൻ പോകുന്നു. നമ്മുടെ ഈ ഹദീസ് കഴിഞ്ഞല്ലോ. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ലില്ലാഹി വലി കിതാബിഹി വറസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അമ്മത്തിഹിം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കും, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങൾക്കും എന്ത് ചെയ്യണം? നസീഹത്ത് കൊണ്ട് നിന്ന് പോരണം. അതൊക്കെ ദീനാകുന്നു. അതാണ് ദീന്. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കണം എന്നില്ലല്ലോ. അഖീദന്റെ സമയമാണ്. അഖീദന്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് അത് തന്നെ പഠിക്കാം. ആ വിഷയമായിട്ട് നമുക്ക് കൂടുതൽ കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി പറയാനുണ്ട് ഈ പൊതുജനങ്ങളുള്ള നസീഹത്തിനെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അല്ലാഹു തൗഫീഖ് തരുമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പറയുന്നതും നിങ്ങൾ കേട്ടതും എല്ലാം അല്ലാഹു സ്വാലിഹാകളായി സ്വീകരിക്കട്ടെ. അപാകതകളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. എന്തെങ്കിലും വല്ല പ്രശ്നങ്ങള് ആരെങ്കിലും ഉസ്താദന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണർത്തിത്തരണമെന്ന് വളരെ നിർബന്ധപൂർവ്വം വിനീതമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ ഉണർത്തിത്തരുന്ന ആളുകൾക്കും എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, പരമാവധി നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന ആളുകളൊക്കെ ക്ലാസ് റൂമിലേക്ക് സംഘടിപ്പിച്ച് ക്ലാസ് റൂം ഉഷാറാക്കാൻ നോക്കണം. ഇൻഷാ അല്ലാഹ് അഖീദയുടെ ക്ലാസ്സാണ് വരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അല്പം മാത്രം കേട്ട് എഴുന്നേറ്റ് പോകരുത് എന്ന് പ്രത്യേകം. മറ്റേ ഹദീസ് പോലല്ല. അഖീദ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്ക് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുടെ ഉദ്ദേശങ്ങൾ റഹ്മാനുർ റഹീം അല്ലാഹുവിനെ മഖ്ബൂൽ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ തിരുവചനത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹദീസിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റഹ്മാനുർ റഹീം അല്ലാഹു ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ നിറവേറ്റി തരണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اشفنا واشف مرضانا شفاء تاما لا يغادر سقما ولا الما. اللهم اشفنا واشف مرضانا شفاء تاما لا يغادر سقما ولا الما. اللهم اشفنا واشف مرضانا شفاء تاما لا يغادر سقما ولا الما برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين. دعاء السلام عليكم ورحمة الله وبركاته.